എന്താണോ ഈശ്വര? നിനക്ക് എന്താ അമ്മു നല്ലൊരു ചൊവ്വാഴ്ചയായിട്ട്? ഇതെന്താന്നറിയോ? ആ, എന്നെ പറയ്. എൻ്റെ അച്ഛൻ്റെ ജാതകല്ലേ, അതാണല്ലോ നീ ഇത്ര ഒച്ച ഉണ്ടാക്കിയത്. ദേ രാവിലെ തന്നെ എന്റെ അച്ഛനെ വിളിക്കില്ലേ? പിന്നെ എന്നെ ഉറക്കം കളഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം തന്നെ. ഇതിലെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നൂന്നിരിക്കും. എന്താ അത്? എടാ, CB സ്റ്റീൽസിന്റെ മാനേജർ പോസ്റ്റിലേക്ക് നിനക്കുള്ള ഇന്റർവ്യൂ കാർഡാണ്. എനിക്കോ? ആ, എങ്ങനെ? ഇത് ഞാൻ ഇൻസ്റ്റയിലെ വേക്കൻസി കണ്ടതാ. പിന്നെ ഞാൻ വേറൊന്നും ആലോചിക്കാൻ നിന്നില്ല. നിന്റെ CV ഞാൻ തന്നെ അവർക്ക് അയച്ചു. നീ ആയിട്ട് എന്തായാലും ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇന്റർവ്യൂ കാർഡിൽ CVക്ക് സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ട് മോനെ. അതിന്റെ ചെലവ് വേറെ വേണം. ഹാപ്പി ആയില്ലേ? പിന്നെ ഹാപ്പി. ഞാനെന്നിത് അമ്മയെ വിളിച്ചെന്ന് പറയട്ടെ? എടി, ഇന്റർവ്യൂ കാർഡല്ലേ, കെട്ടിക്കേണ്ട അവരോട് വിളിച്ച് പറഞ്ഞാൽ പോലെ, വെറുതെ എന്തിനാ? എടാ, ഇതെന്തായാലും കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നെ നീ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് അവരും കൂടെ ഒന്ന് അറിയട്ടെ. ആ അമ്മേ, സച്ചിനൊരു ജോലി ശരിയായിട്ടുണ്ട്. അല്ല, ശരിയായോന്ന് ചോദിച്ചാ ശരിയായ പോലെയാ. CVയിലൊക്കെ അവർ നല്ല ഇംപ്രസ്ഡ് ആണ്. കമ്പനി ഇവിടെ അടുത്ത് തന്നെയാ. കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ അവർ പെർമനന്റ് ആക്കും. എൻ്റെ അമ്മ, അവരുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ 30,000 ഒക്കെ ആണെന്നാ ഞാൻ കേട്ടെ. ആ അമ്മേ, ചേച്ചി വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചാ മതിയോ? ഏയ്, ഒന്നുമില്ല. ആ ചേച്ചി, സച്ചിനൊരു ജോലി ശരിയായി. ആ, ഇവിടെ അടുത്ത് തന്നെയാ. ആ, അവനോ? അവൻ ദേ ഇവിടെ ഉണ്ട്. ഏയ് ഇല്ലടി, പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. ആരതിയ, ഞാൻ എന്നാ നിന്നെ പിന്നെ വിളിച്ചാ മതിയോ? ശരി. നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. സർപ്രൈസ് ഇഷ്ടായില്ലേ? ഐ, എടാ, നിന്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലിയൊന്നുമല്ല, എന്നാലും കിട്ടിയാൽ അടിപൊളിയാ. എന്താടാ, മെയിലിക വർക്കായോ? ഇനി ഇത് ഞാൻ ഇടപെട്ട് കിട്ടിയോണ്ടാണോ? പോടി, അതൊന്നുമല്ല. എന്നാ നീ പോയി ഫ്രഷ് ആവ്. ഞാനിന്ന് എന്തായാലും ലീവാ. നമുക്ക് പുറത്തു പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ച് കളറായിട്ടൊക്കെ പോണ്ടേ? അമ്മു, ഒന്നും പറയണ്ട, റെഡിയാവാൻ നോക്ക്. എന്തൊരു ബ്ലോക്കല്ലേ, ഒടുക്കത്തെ മഴയും. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. എടാ, നിനക്കെന്താ പറ്റിയേ? ഹേയ്, ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുക. നീ ഇവിടെങ്ങും അല്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയ്. എടി, എനിക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്താ? എടി, എനിക്കിത് വർക്കാവില്ലടി. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു പണിക്കും പോകാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നോ? എന്റെ അച്ഛൻ നിനക്കൊരു ജോലി ശരിയാക്കി തന്നു, അത് നിനക്ക് പിടിച്ചില്ല. എന്നാ പിന്നെ പുറത്തെവിടെയെങ്കിലും പോവാന്ന് വെച്ച് കഴിഞ്ഞാ അതും പറ്റത്തില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഞാൻ ഇത് ഈ ഇന്റർവ്യൂ വരെ കൊണ്ടെത്തിച്ചേ? ഞാൻ പറഞ്ഞോ എന്ത്? എനിക്ക് ഈ ജോലി വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലടാ, എല്ലാം എന്റെ മാത്രം തെറ്റാ. ഒരു പണിയും ഇല്ലാഞ്ഞിട്ടും നിന്നെ കെട്ടാനായിട്ട് എന്റെ വീട്ടിൽ കൺവിൻസ് ചെയ്തില്ലേ? അങ്ങനെ എല്ലാം എന്റെ മാത്രം തെറ്റാ. നീ ഒരു പണിക്കും പോണ്ടടാ, ഇങ്ങനെ വീട്ടിലിരുന്നോ. അമ്മു, അങ്ങനെയല്ല.
നീ എനിക്ക് പറയാനുള്ളൊന്നും കേക്ക്. ചുമ്മാ കുറെ ഉടായിപ്പ് ന്യായം പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. അമ്മു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളുന്നുണ്ട്. എടി വർക്കാവും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്? എടാ നിനക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കുറെ കാലം സിനിമയുടെ പുറകെ പോയി, ഇപ്പൊ ദേ അടുത്തത്. ജീവിക്കാൻ നീ കണ്ടുപിടിച്ച ജോലി ഇതാണോ? അമ്മു, അങ്ങനെയല്ല, എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാൽ കൊള്ളുന്നുണ്ട്. നീ എൻ്റെ ഫുഡിൻ്റെ സ്റ്റോറി കാണാറുള്ളൂ അല്ലേ? എടാ ചുമ്മാ നേരം പോക്കിന് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടുന്ന പോലെയാണോ ഇത്? എനിക്കറിയൂല, നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ എന്നോട് ഇനി ഒന്നും പറയാൻ വരണ്ട. അമ്മു, അമ്മു ഡോറ് തുറക്ക്. എടി ദേഷ്യം വരുമ്പോൾ നിനക്ക് ഒരാളത് പറഞ്ഞ് മുറിക്കുള്ളിൽ കയറി കഥ കടച്ചാ പ്രശ്നം തീരുവോ? എടി 1000 ജോലി കളഞ്ഞ് സിനിമയുടെ പുറകെ പോയത് എൻ്റെ മാത്രം ഇഷ്ടമായിരുന്നോ? അന്ന് നീ ഓക്കെ പറഞ്ഞല്ലേ? ഇപ്പം അത് എൻ്റെ മാത്രം കുഴപ്പമായല്ലേ? പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ ജോലി, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് നിനക്ക് നല്ലത്. അമ്മു, നീ നോയിക്കോടി, നാളെ തന്നെ ഒരു ആശാരിനെ വിളിച്ച് ഈ വീട്ടിലെ എല്ലാ കഥകിന്റെയും ലോക്കിയാൻ ഒരു കളയും. എടി ദേഷ്യം വരുമ്പോൾ നിനക്ക് ഒരാളത് പറഞ്ഞ് മുറിക്കുള്ളിൽ കയറി കഥ കടച്ചാ പ്രശ്നം തീരുവോ? എടി 1000 ജോലി കളഞ്ഞ് സിനിമയുടെ പുറകെ പോയത് എൻ്റെ മാത്രം ഇഷ്ടമായിരുന്നോ? അന്ന് നീ ഓക്കെ പറഞ്ഞല്ലേ? ഇപ്പം അത് എൻ്റെ മാത്രം കുഴപ്പമായല്ലേ? പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ ജോലി, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് നിനക്ക് നല്ലത്. അമ്മു, നീ നോയിക്കോടി, നാളെ തന്നെ ഒരു ആശാരിനെ വിളിച്ച് ഈ വീട്ടിലെ എല്ലാ കഥകിന്റെയും ലോക്കിയാൻ ഒരു കളയും. ഇതൊക്കെ എടുത്ത് എന്താ പരിപാടി? എടാ ഞാൻ ഇന്നലെ കുറെ റെഫർ ചെയ്തായിരുന്നു. ഇതുപോലുള്ള ട്രഡീഷണൽ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. എന്ത്? എടാ അതായത് ഇതുപോലത്തെ മൺചട്ടി, തടിയുടെ തവി, ഇതിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും. നിനക്കെന്താ? ഞാൻ ആ ജോലിക്കൊന്ന് തീരുമാനിച്ചു. എടാ
നീ ഇന്നലെ കുറെ ആഗ്രഹിച്ചല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞേ. ഇഷ്ടപ്പെട്ട ചെയ്യുമ്പോൾ കഷ്ടപ്പാടറിയില്ല. അപ്പൊ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഞാനതിന് നിന്റെ കൂടെ നിൽക്കും. എടി എന്നാലും എടാ ഒരു മിനിറ്റ്. എടാ ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല, എന്റെ പഴയതാ. നമുക്ക് ആദ്യം ഫോണിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ക്യാമറ വാങ്ങിക്കാം. അമ്മു നീ ഇനി ഒന്നും പറയണ്ട. മോൻ ഇനി നല്ല കിടില റെസിപ്പി ഉണ്ടാക്കാൻ നോക്കിക്കോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അമ്മു നീ പറഞ്ഞത് ശരി. നമ്മൾ നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ടുള്ളൂ. ഒരു സ്ഥിര വരുമാനം നമുക്കിപ്പോൾ വേണ്ടത്. എടാ അതുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നു, ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രീം ട്രിപ്പ് പോകുന്നു. ഓക്കെ? എടാ എന്നാലും അത് നീ ഒന്നും പറയണ്ട. ഞാനെന്തായാലും ആ ജോലിക്ക് വന്ന് തീരുമാനിച്ചു. എടി എന്ന് കരുതി ഞാനത് വിടാൻ പോകുന്നില്ല. ഒഴിവ് ദിവസം പൂർവാധി ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അന്ന് നീ ആയിരിക്കും എൻ്റെ തരാം. ഓക്കെ? തിരിച്ചു കൊല്ലും ഞാൻ. വാ. കല്യാണം രണ്ട് ഹൃദയങ്ങളുടെ ഒന്നിക്കൽ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടിയാണ്.